ഹലോ എവരിവൺ. നിങ്ങൾ ദിവസവും 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 6 മണിക്കൂറോളം ദിവസവും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നമ്മൾ ചെയ്യുന്ന 80% കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. വളരെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിന് ആവശ്യമുള്ളതായിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ടാവും. വെറും 20% നമ്മൾ ചെയ്യുന്ന 20% കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലൈഫിന് 80% ഗുണം ഉണ്ടായിത്തീരുന്നത്. നമ്മൾ ചെയ്യുന്ന 80% കാര്യങ്ങൾ എന്താണ്? വേസ്റ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ഏത് കാര്യവും നമ്മുടെ ലൈഫിൽ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ് വന്ന് വീഴുക. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ അർജന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഒന്നാമത്തെ കാറ്റഗറി. ആ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ നാളെ എക്സാം ആണ്, ഇന്ന് ചാപ്റ്റർ പഠിച്ചെടുക്കുക, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടന്റ് വളരെ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഈ ഒന്നാമത്തെ കാറ്റഗറിയിലാണ്. അത് നമ്മുടെ ലൈഫിൽ വളരെ കുറവേ വരുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ അർജന്റ് അല്ല. അങ്ങനെയുള്ള കാറ്റഗറിയാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. ആ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ? നമ്മുടെ ഹെൽത്തിന്റെ കാര്യങ്ങൾ, എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു തീർക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അങ്ങനെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ. നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇന്ന ദിവസം ഇത്ര ടൈമിൽ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. മൂന്നാമത്തെ കാറ്റഗറിയാണ് വളരെ അർജന്റ് ആയിരിക്കും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. പല കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പെട്ടെന്ന് ഫ്രണ്ട്സ് വിളിച്ചിട്ട് വാടെ പോവാന്ന് പറയും, അല്ലെ? ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ അവരുടെ കൂടെ പോകും. എന്നാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബിൽ അടക്കുക, നാളെ ഡിസ്കണക്ഷൻ ആണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് മറ്റൊരാളെ ഏൽപ്പിക്കാം, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ അർജന്റ് ആണ്, പക്ഷേ എന്തല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം, മറ്റൊരാളെ ഏൽപ്പിക്കണം, ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെക്കണം. കാരണം നമുക്ക് എന്തല്ല, അത് ഇമ്പോർട്ടൻ്റ് അല്ല. നാലാമത്തെ കാറ്റഗറിയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാറ്റഗറി. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റും അല്ല അർജന്റും അല്ല, വെറുതെ നിങ്ങളുടെ സമയത്തിന്റെ വലിയ ഭാഗം അത് കവർന്നെടുക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയാസ് നോക്കുന്നത്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പലതും വെറുതെ ഇരുന്ന് സമയം കളയുന്നത്, അല്ലെങ്കിൽ ബെഡിൽ കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ വെറുതെ കറങ്ങാൻ പോകുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ വരുന്നത് ആ കാറ്റഗറിയിലാണ്. സത്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാറ്റഗറി ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അർജന്റ് അല്ല. അങ്ങനെയുള്ള കാറ്റഗറിയാണ്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 80% കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തായിരിക്കും. 20% കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ലിസ്റ്റ് ഇടുക. ആ ലിസ്റ്റ് ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക. അത് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ചെയ്യുന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഈ ബാക്കി 3 ഭാഗങ്ങളുണ്ടല്ലോ, ആ 3 ഭാഗങ്ങളും നിങ്ങൾക്ക് ബ്ലാങ്ക് ആയി കിട്ടും. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ദിവസവും ആ പ്ലാൻ അനുസരിച്ചിട്ട് മുന്നോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അതിനുവേണ്ടി ഒരു റൈറ്റ് ടൈം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായ സമയത്ത് എന്ത് ചെയ്യണം? ആ കാര്യം ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുന്നു, മറ്റൊരു കുട്ടി രാവിലെ 2-3 മണിക്കൂർ പഠിക്കുന്നു. ഏത് കുട്ടിക്കാണ് കൂടുതൽ മനസ്സിലാവുക? തീർച്ചയായിട്ടും രാവിലെ പഠിക്കുന്ന കുട്ടിക്കാണ്, അല്ലെ, നന്നായിട്ട് മനസ്സിലാവുക. കാരണം രാത്രി അവൻ ഉറക്കൊഴിഞ്ഞ് പഠിച്ചെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. രാവിലെ 2-3 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ എത്രത്തോളം മണിക്കൂർ ലാഭിച്ചു? അല്ല, മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടമ്മമാരാണെങ്കിൽ അവര് ഉച്ചക്ക് ജോലി തുടങ്ങി കഴിഞ്ഞാൽ രാത്രി വരെ ജോലി ഉണ്ടാവും, അല്ലെ? അതേസമയം രാവിലെ എഴുന്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏത് കാര്യം ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് റൈറ്റ് ടൈം ആണോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ആ റൈറ്റ് ടൈമിൽ തന്നെ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ റൈറ്റ് മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തു. രണ്ടാമത്തേത് അത് ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തു. മൂന്നാമത്തേത് ആ കാര്യം ചെയ്യാനുള്ള റൈറ്റ് മെത്തേഡിലാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു 10 പ്രാവശ്യം വായിച്ചു.
അത് മറ്റൊരു കുട്ടി എന്ത് ചെയ്തു, ആ ചാപ്റ്റർ 1-2 പ്രാവശ്യം വായിച്ചു, മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. അപ്പോൾ ആരാണ് കൂടുതൽ പഠിക്കുക? തീർച്ചയായിട്ടും ഒരു ചാപ്റ്റർ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രാസ്പ് ആവുക. ഈ 10 പ്രാവശ്യം വായിച്ച ആള് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പഠിച്ച ആൾ എന്തുണ്ടാവും, ഓർമ്മിച്ചെടുക്കാൻ പറ്റും ഏത് സമയവും. അപ്പൊ ഏതാണ് അവൻ ചെയ്തത്? എന്താണ് റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്തു. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വുഡ് കട്ടറിന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഒരു വുഡ് കട്ടർ എന്ത് ചെയ്തു, മരം മുറിക്കുന്ന ആള്, ഒരാൾ 10 മണിക്കൂർ കൊണ്ടാണ് ഒരു മരം മുറിച്ചത്, മറ്റൊരാള് 2 മണിക്കൂർ കൊണ്ട് മരം മുറിച്ചു. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരാള് മൂർച്ചയില്ലാത്ത മഴ കൊണ്ട് വെട്ടി, രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു, നല്ല മഴ മൂർച്ചയാക്കിയിട്ട് മൂർച്ചയുള്ള മഴ കൊണ്ട് വെട്ടി. അപ്പൊ എന്തായി, 2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു, മരം മുറിച്ചിട്ടു. അപ്പൊ ഇവിടെ എന്താണ്, റൈറ്റ് മെത്തേഡ് ചൂസ് ചെയ്തു അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അർജന്റ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് അല്ലാത്തത്, എന്തൊക്കെയാണ് വെറുതെ സമയങ്ങൾ എന്നത് ഈ കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്, അർജന്റ് എന്നാൽ ഇമ്പോർട്ടന്റ് അല്ല, ആ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. രണ്ടാമത്തത്, ആ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്യുക. മൂന്നാമത്തത് എന്ന് പറയുന്നത്, അതിന് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 8 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ദിവസവും 6 മണിക്കൂർ എന്ത് ചെയ്യും, ലാഭം ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.